ചോട്ടോ നമ്മളൊന്ന് പോവാ കർമ്മറോട്ടില്. വെള്ളല്ലേ ഭയങ്കര ചൂടാണ്. പിന്നെ ഇപ്പൊ നമ്മളെ പാതിരാനേരം അത് 1 മണിയായി രാത്രി. നോമ്പൊക്കെ തുറന്ന് ഒന്ന് ഉഷാറായിട്ട് ഇവിടെ കടയിൽ വന്നപ്പോ ഒരു ഭയങ്കര ചൂട്. അപ്പൊ ഒന്ന് ഒരു 1/2 മണിക്കൂർ നമുക്ക് കാറ്റുള്ള ഇരുന്നാലും നമുക്ക് തിരിച്ചുകൊണ്ട് വരാം. എന്തേ അപ്പൊ നമ്മളെ കുട്ടികളൊക്കെ ഉണ്ട് കയറല്ലേ? എല്ലാരും കയറി വരി. എന്നാ അപ്സര വണ്ടി എടുക്കോ പോവാ. ഞങ്ങളിതാ കർമ്മ റോഡ് പോവാണ്. അപ്പൊ ഓക്കെ ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ. ഓക്കെ അപ്സര വണ്ടി സ്റ്റാർട്ട് ചെയ്യ്. ഇനി ഒന്നും നോക്കണ്ട, നേരെ വിട്ടോ കർമ്മ റോട്ടിലേക്ക്. ഡോറൊക്കെ ഒന്ന് വെള്ളം ഇറക്കിട്ടാ, ഭയങ്കര വെച്ച. അപ്പൊ ബെൽറ്റ് ഇട്ടുണ്ട്. വെറുതെ നമ്മളെടുത്ത് 500 രൂപ കൊടുക്കാനൊന്നും ഇല്ല. ഇത് നട്ടപ്പാര നേരത്ത് തായിന്റെ കടി കൊണ്ടും ചെയ്ത് പിച്ച കിട്ടില്ല എന്ന് പറഞ്ഞ മാതിരിയാവും നമ്മളെ കഥ. അവിടെ ചെല്ലുമ്പോ ഒരു മനസ്സിലുണ്ടാവില്ല. ഇത് നമ്മളെ സേഫ്റ്റിയും കൂടെയാണ്. പക്ഷെ നമുക്ക് ഇവിടുന്ന് അവിടെ തന്നെ പോകാൻ ബെൽറ്റിന്റെ ആവശ്യമൊന്നുമില്ല. ക്യാമറ ഒന്നും ഈ ഭാഗത്തില്ല. പിന്നെ അപ്പൊ ഒരു കാര്യം ചെയ്താണ്, ഐ ഗിയറിലിട്ട് പോട്ടെ. സമയമില്ല. വീടെടുത്ത് മക്കളെ കണ്ടാ ഞാനതല്ല ആലോചിച്ച് നോക്കണത്. ഇറ്റിങ്ങൾക്കൊന്നും ഉറക്കൂല്ലേ? നമ്മളേതായാലും ഇങ്ങനെ നടന്ന് നമുക്ക് പിന്നെ ജോലി വിചാരിക്കാം. ജോലിന്റെ ഒരു ഭാഗമാണ് ഇത്. ഇവരൊക്കെ നട്ടപ്പാരൊക്കെ 3 മണിക്കും 4 മണിക്കും 5 മണിക്കൊക്കെ ഇവിടുന്ന് പോണത് പുറത്താണ്. പക്ഷെ ഇറ്റിനെ വീട്ടിൽ നിന്ന് തീനും കൂടി ഒന്നും ഇല്ലേ? അതാണ് സംഭവം. മനസ്സിലാക്കണം നമ്മള്. അതായത് നമ്മള് വഴിയോര കാഴ്ചകള് അത് കാണുക, അതിനൊരു പുതുമുണ്ട് നമുക്ക്. അപ്പൊ എന്താ വെച്ചാല് ഇതൊക്കെ ഉണ്ട്. നമ്മളെ മക്കളെ പോലുള്ള പിള്ളേരാണ് ഇപ്പൊ ഈ നിൽക്കുന്നത് ഇവിടെ. എന്താ അവർക്ക് പനി സ്വരം വേണ്ടേ? ഞമ്മക്ക് തന്നെ രാവിലെ എണീക്കണം, കാറ്ററിങ്ങിന് പോകണം, ബിരിയാണി പണിക്ക് പോകണം, അങ്ങനെയുള്ള ഓരോ ഹോട്ടലിലേക്ക് പോകണം. അപ്പൊ നമുക്കൊക്കെ നല്ല തൊഴിലുണ്ട്. ഈ തൊഴിലില്ലാത്തവരാണ് ഈ ഉറക്കം വെച്ചിട്ട് ഈ പാലത്തിന്റെ അവിടെ ഒക്കെ വന്നിരിക്കുന്നത്. പകല് സുഖമായിട്ട് കിടന്നു തുടങ്ങും. അവരത് ടൈം പാസ് അതാണ്. അതെ അതെ. അല്ല എല്ലാ ചെറുപ്പക്കാരും ഉണ്ടാവില്ല കേട്ടോ. ചിലവര് ഇപ്പൊ നമ്മളിപ്പോ പണിയും കൂലി ഇല്ലാത്തവരല്ല, നമ്മൾ വല്ലപ്പോഴും ഒരുക്കാൻ വരുന്ന ഒരു സംഭവമാണ് ഇത്. അപ്പൊ ഇന്ന് നമ്മളെന്താ വെച്ചാല് നമ്മൾ ഇന്നിപ്പോ ഇന്ന സ്ഥലത്ത് പോവാന്ന് തോന്നണ പോയിരിക്കണം അവിടെ. അത് പിന്നെ കാക്കരുത്. പിന്നെ കാക്കി കഴിഞ്ഞാൽ അപ്പൊ ചെയ്യാം. അതാണ് അതിന്റെ ശരിയായിട്ടുള്ളത്. ഇപ്പൊ നമ്മളൊരു ടൂറ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാല്, അപ്പൊ അതിലൊരു 4-5 ആൾക്കാരൊക്കെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാല് അന്ന് ആ പ്ലാൻ ചെയ്യണ അന്ന് ഒരിക്കലും വരാൻ പറ്റൂല. ആർക്കും ചിലപ്പോ അപ്സർ ഉണ്ടാവില്ല, ചിലപ്പോ ഞാൻ ഉണ്ടാവില്ല, ചിലപ്പോ ഫിറോസ് ഉണ്ടാവില്ല, ഇവിടെ ആരും ഉണ്ടാവും. ആരെങ്കിലും ഒരാൾ മിസ്സാങ് ആവും. അപ്പൊ അതെന്താ, ഈ ടൂറിന് വരെ നമ്മൾ പ്ലാനിങ് ചെയ്യരുത് ദിവസം. അപ്പൊ തോന്നുക അപ്പൊ ചെയ്യാം. ഫിറോസിനെ വിളിച്ച് അവനക്ക് പനിയാണ്, പിന്നെ ഹോസ്പിറ്റലിൽ കാണിച്ച്. പക്ഷെ എന്ത് ചെയ്യാനാ, ഓനക്ക് നേരം വൈകി, ഓൻ വന്നില്ല. ഓനെ വിളിച്ചു നോക്കുമ്പോ ഫുള്ള് ബിസി. ആയിക്കോട്ടെ, അത് നടക്കട്ടെ. വരും, വരാനെവിടെ പോകാനാണ്? വരും. നമ്മളൊരു കൂട്ടത്തില് നമ്മളൊരു അംഗമാണല്ലോ. അപ്പൊ നമ്മളതെന്താ വെച്ചാല് ഓനെ തീർച്ചയായിട്ടും വേണം എന്നുള്ളതിന് നമ്മൾ നിർബന്ധം. പക്ഷെ പിരിച്ചു കൊടുത്ത് കിടക്കില്ലേ നമ്മളെന്ത് ചെയ്യാനാ? റോട്ടിലാണ് പോയിക്കൊണ്ടേയിരിക്കുന്ന വണ്ടി. അപ്പൊ നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ കടകളൊക്കെ അടച്ചിട്ടുണ്ട്. ഏകദേശം കടകളൊന്നുമില്ല. കുറെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 1-2-3 കടകളെ കാണാം. അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ വേറൊക്കെ ഒന്ന് തണുപ്പിച്ച് ഒന്ന് കുറച്ചു നേരം ഒന്ന് തമാശയും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് കുറച്ചു നേരം മണിക്കൂർ അവിടെ ഇരിക്കും. ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചിട്ട് ഇങ്ങോട്ട് വരാം. അത്രേ ഉള്ളൂ. അപ്പൊ അതിന് ഇപ്പൊ നമുക്കിപ്പോ കാര്യമായിട്ടൊന്നും ഇല്ല കാണാന്. ഇപ്പൊ കാണാനൊന്നുമില്ല. വൈകുന്നേരമൊക്കെ വന്നു കഴിഞ്ഞാൽ കുറെ ആൾക്കാരെ കാണാം, കുറെ കടകൾ കാണാം. അതൊക്കെ തന്നെ. കാറ്റ് പിന്നെ എപ്പോഴും ഉണ്ടാവും. കാറ്റ് നല്ല സാധനം എല്ലാരൊപ്പം പോകൂല. അത് സ്വയം ആ കാറ്റടിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ വന്നപ്പോ അതിനാണ്. എന്താ പറയാ, നല്ലൊരു പ്രകൃതിത്വം ഇവിടെ ഉണ്ട് അല്ലെ? ആ കായല്, 2 ഭാഗങ്ങൾ വെള്ളം, അങ്ങനെ നല്ലൊരു രസമാണ്. പിന്നെ ഇപ്പൊ വെള്ളത്തിലിപ്പോ നമ്മൾ ചാടാൻ പോണില്ല കേട്ടോ. അപ്പൊ അവിടെ ഒരു കട കാണുന്നുണ്ട്, അത് കണ്ട കുറച്ചപ്പുറത്തേക്ക്, അത് കണ്ടില്ലേ? ഞങ്ങക്ക് 4 മസാല സോഡ. പിന്നെ സാക്കിനെന്താ, അപ്പൊ നമ്മളെ ഷേദാണ് ഇതിൽ മസാല സോഡ ഉണ്ടാക്കുന്നത് കേട്ടോ. സ്പെഷ്യൽ ഐറ്റംസ് ആണ് ഇത്. ഇയാളെ മുഖം എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടോളി. കർമ്മ റോട്ടിൽ വരുമ്പോ ഇയാളെ മറക്കരുത്. എന്റെ സുഹൃത്തും കൂടി ആക്കാൻ പോവാണ് ഇയാളെ. അപ്പൊ എല്ലാരും
ഇയാൾക്ക് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതെന്താ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിക്കോളെ. ഇത് പറഞ്ഞത് ആദ്യമായിട്ട് എന്ത് ചെയ്ത് ആദ്യം ചെറുനാരങ്ങ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മള് രണ്ടാമത് ഐസ് പൊട്ടിച്ചിടാനാ പോണത്. 4 മുളം കുറ്റിയിലാണ് ഇപ്പൊ ഈ പരിപാടി ഇട്ടാ. അപ്പൊ സയദിന്റെ കലാവിരുദ്ധാണിത്. ആ മുളപ്പരിപാടിയാണ്. ഇവിടെ എത്രയായി? 1 കൊല്ലം. എങ്ങനെ ബിസിനസ് ഒക്കെ എങ്ങനെയുണ്ട്? സാറായി പോണ്ടല്ലേ? ഇതൊക്കെ ഓരോ ഫ്ലവർ ആണ് അല്ലേ? ഇതിലെന്തൊക്കെയാണ് മസാലകൾ? ആ അപ്പൊ എല്ലാത്തിലും മസാല വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരു കുപ്പിയിലാക്കിയിട്ട്. പിന്നെ കസ്കസ്, കറുത്ത കസ്കസ് വെള്ളത്തിൽ ഇട്ടിട്ടാണ് ഈ അടിക്കുന്നത് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് ഉപ്പ് ഒക്കെ ഒന്ന് കണ്ടോളൂ. ഒരു 1/4 ടീസ്പൂൺ 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. കണക്കൂട്ടിയാൽ മതി. അപ്പൊ ഓരോ കുറ്റിയിലും സോഡയാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, സത്യം പറയാലോ, നമ്മളിത് കാണുന്നല്ല, കുടിച്ചു നോക്കിയിട്ടില്ല. ഇല്ല, കാരണം കേട്ട് ഇങ്ങനെ കുടിക്കുക അതിന്റെ വൈബ്. അപ്പൊ അഫ്സല് ചോട്ടോ. ആ അപ്പൊ എല്ലാം അയ്യോ വിളിച്ച്. അപ്പൊ സേത ഒന്നും പറയാനില്ല, അടിപൊളിയാണ് ആ അടിപൊളി. അപ്പൊ സേദിന്റെ അടുത്തേക്ക് എല്ലാരും കർമ്മ റോട്ടിൽ വരാം. ഈ ലാസ്റ്റ് ആണ്. അപ്പൊ ഓനെ ഒന്ന് കണ്ടാലേ. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ആയിട്ട് എല്ലാരും സപ്പോർട്ട് ചെയ്യാം കേട്ടാ. TPM കുക്കിംഗ് ബ്ലോഗ് അതിൽ കാണും. ആണ് നമ്മളെ വയറുന്നതിന് ഒരു സുഖമുണ്ട് ഇത് കുടിച്ചപ്പോ. ഇത് നമ്മളൊരു സഹദ് എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ എന്നിട്ട് പരിചയപ്പെട്ട് അവന്റെ വണ്ടിയിലാണ് അവൻ ഇത് കച്ചവടം ചെയ്യുന്നത്. അപ്പൊ അവന്റെ അടുത്ത് എല്ലാ ഫ്ലേവറും ഉണ്ട്. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫ്ലേവറാണ് മുളന്റെ മസാല സോഡ അടിച്ചത്. അപ്പൊ കുഴപ്പമില്ല, നല്ല സൂപ്പർ ആയിരുന്നു കേട്ടാ. ഒന്ന് പറഞ്ഞിട്ടോ. എല്ലാം ഉണ്ട്. കാന്താരി ഉണ്ട്, ജിഞ്ചർ കാന്താരി ഉണ്ട്, മാംഗോ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്, പച്ചമാങ്ങ ഉണ്ട്, ബ്ലൂബെറി ഉണ്ട്. അപ്പൊ ഇത് സർബത്താണ്, നമ്മളെ റേഷൻ ഫ്രൂട്ടിന്റെ സർബത്താണിത്. അതാണ് സേദ് ഇന്നിപ്പോ ഇവിടെ ഒന്ന് അവർക്ക് നമുക്ക് ഇഷ്ടപ്പെട്ടിക്കണ്. അതുകൊണ്ട് ഒന്ന് സാമ്പിളൊക്കെ വന്നു നോക്കട്ടെ, കുടിച്ചു നോക്കട്ടെ. കുടിച്ച് നോക്കിയതിന്റെ ശേഷം നമുക്ക് അഭിപ്രായം പറയാലോ അല്ലേ? കണ്ട മതി. വീടവിടെ കുറ്റിപ്പറ? കുറ്റിപ്പറ എവിടെ? കോളേജിന്റെ അടുത്താണ് അല്ലേ? അതാ അപ്പുറത്ത് ലോഡ് ചേർക്കുന്നത്.
ഷാക്കിറിനുണ്ട്. അപ്പൊ ഇതാണ് കേട്ടോ നമ്മളീ പറഞ്ഞ സംഭവം. ഇത് പുഴയാണ്, അതായത് കർമാറോട്ടിലെ ഒരു ഭാഗമാണ് ഈ പുഴ കേട്ടോ. ഇതിൽ മീനൊക്കെ എന്താ വിട്ടല്, പക്ഷെ കണ്ണ് കാണില്ല. കാരണം വെച്ചാല് രാത്രി ആയതുകൊണ്ടേ കണ്ണ് കാണാൻ പണിയാ. രാവിലെ ഒക്കെ നേരത്തെ ഇവിടൊക്കെ നിരന്ന ആൾക്കാരൊന്ന് ചൂണ്ടിടും നല്ല മീൻ പിടിച്ച് കൊണ്ടുവരും. അല്ല മീനൊക്കെ നല്ല മീൻ നമുക്ക് കാണിക്കാൻ പറ്റുന്നില്ല. അതാണ് സംഭവം. നല്ല മീനുണ്ട്. ആ നല്ല അന്ന് വീഡിയോ എടുത്തോളാ. അപ്പൊ നെണ്ടിനെ കാണുന്നുണ്ടോ? അപ്പൊ കിട്ടുന്നില്ലേ? അതിനകത്ത് ഇറങ്ങാൻ പറ്റുമോ? എന്നാ ഒന്ന് വീഡിയോ എടുക്ക. പോയി ഈ നേരത്തെ മീൻ കിട്ടിട്ടല്ലേ? വിലല്ലേ? ഷാദിനെ പരിചയപ്പെട്ടു. അപ്പൊ വേറെ ഒരുപാട് കടകളുണ്ട് കേട്ടോ. കടകൾ ഒരുപാട് കടകൾ ഇവിടെ ഉണ്ട്. പിന്നെ നല്ല വൈബാണ് കണ്ടാ. രണ്ട് ഭാഗങ്ങൾ, ഒരു ഭാഗം പോയാ ഒരു ഭാഗം കട. ഇതാണ് ഇതിന്റെ പ്രത്യേകത. എല്ലാം ഉണ്ട് ഇവിടെ, കണ്ടില്ല? പക്ഷെ ഇവരൊന്നും കൂട്ടാനായിട്ടില്ല. കഞ്ഞുണ്ട് രാത്രി. മോമോസാണ് രാത്രി കഞ്ഞുണ്ട്. ഇതൊക്കെ പൂട്ടി പോവാനായി, ദിവസം എടുത്തു വെക്കാനായി. നമ്മൾ പോണ പാലം ഒരു സംഭവം തന്നെ ആയിരിക്കും. ആ പാലം നല്ല രസമാണ് അവിടെ. പുതിയ പാലേ പൊന്നാനായിട്ട് ബന്ധിപ്പിക്കുന്ന പാലം അതാണ് ഇതിന്റെ മെയിൻ പ്രത്യേകത, ഈ പാലം. പക്ഷെ നമ്മളൊന്നും ഈ പാലത്തിനാണ് ഇത് മുൻഗണന കൊടുക്കേണ്ടത്. കർമാറോട്ടിനേക്കാൾ നല്ലത് ഈ പാലാണ്. കാണാൻ എന്ത് രസമാണെന്ന് പറയാ പാലം. അപ്പൊ ഞങ്ങൾ ആ പാലത്തിമ്മ കൂടെ പോവാൻ പോണത്. നായ്ക്കൾക്കൊക്കെ ഒന്നും ഉറക്കില്ല കേട്ടോ. ഉറക്കുണ്ട് ഈ ഭാഗത്തുണ്ട് നായ്ക്കള്. ഓരോരുത്തര് ഇവിടെ ഉണ്ട്. ചെറിയ ഇളക്കി സർവത്ത്, കുൽക്കി സർവത്തൊക്കെ ഇപ്പൊ എത്താൻ പോണ പാലാണ്. ആ പാലങ്ങൾ നമുക്ക് കണ്ടതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് വരാം. നല്ല കാറ്റുണ്ട് ഇപ്പൊ. അതായത് കാറ്റ്, ഞാൻ സത്യം വിചാരിച്ചിട്ടുണ്ടെന്ന് അറിയോ, ഈ ഗ്ലാസ് കൂട്ടിയ വിവരൊക്കെ അറിയില്ല. തണുപ്പെന്ന് വിചാരിച്ചിട്ട് തണുത്ത കാറ്റാ വിചാരിച്ചിരുന്നത്. അതാ ഉണ്ടായതിട്ടാ, ഒന്നും വിചാരിക്കണ്ട. അപ്പൊ കാറ്റല്ല, കാറിന്റെ ഉള്ളിലെ AC ആണേ. അത് പുറത്തിരുന്നാ കിട്ടും. അല്ല രസമുള്ള സ്ഥലമാണിത്. അയ്യവാ സാക്കറ ഒന്ന് നോക്ക് എങ്ങനെയുണ്ട് ഞങ്ങളെ കേരളം, എങ്ങനെയുണ്ട്? അടിപൊളി. അടിപൊളിയല്ല, അടിപൊളി. അന്നും ഒക്കെ. അപ്പൊ സുമക്ക് എന്താ പറയാ? ഇതാണ് ദൈവത്തിന്റെ സ്വന്തം നാട്. സമുദ്രം നെയ്യ്. ഓ സമുദ്രത്തിന് ओ समुद्र में, लेकिन ये समुद्र थोड़ा 5 किलोमीटर हो गया ना समुद्र में. ये समुद्र का टचिंग पॉइंट है मालूम. ये नदी समुद्र दोनों टचिंग. अच्छा व्यू है. अच्छा व्यू बहुत केरला में ऐसा है ना. देखो अयवा പാലം തുടങ്ങാൻ പോവാണ്. ये पालम ब्रिഡ്ജ് है ना. കേരള പാലം. പാലത്തിന്മേലാണ് കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നത്. അതൊന്ന് കണ്ടടേ രംഗം. അപ്പൊ എന്താന്ന് വെച്ചാല് അത്ര ആളില്ലാന്ന് അർത്ഥം. എന്നാ ഇവന്മാരിത് പകല് കളിക്കട്ടെ, ഇവരറിയും. ഒരു പന്തണ്ട് പൊങ്ങിക്കഴിഞ്ഞാൽ അവർ രക്ഷയില്ല, അപ്പുറത്ത് കണ്ട് പോകും, പിന്നെ എടുക്കാൻ പറ്റില്ല അവര്. ഒരുപാട് കുട്ടികളുണ്ട്. അതാ കുട്ടികൾ ഒരുപാടുണ്ട്. ഞാൻ വരുമ്പോ പറഞ്ഞില്ലേ, ഉറക്കില്ല ഒന്നുമില്ല. അതാ ഫാമിലിക്ക് കണ്ടില്ലേ. ഫുള്ള് ഫാമിലിയാണ് ഇവിടെ. 5 മിനിറ്റ് ഇവിടെ നിർത്തിയാലോ നമ്മള്? ഓക്കെ, കുഴപ്പമില്ല, നിർത്ത്.
നമ്മക്കൊന്നും എത്തിയിട്ട് കുറച്ചു നേരം ഇരിക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. उसका पानी है हम लोग इधर किधर से आया मालूम है? उधर से आया, ये लेटा था ना, उधर से आया. इतना आवाज था. ഒരു വീടൊക്കെ ഉണ്ടാക്കി താമസിക്കാലോ. പിന്നെ ഇൻഷാല്ലാ ഉണ്ടാക്കണം, റിസോർട്ട് ഉണ്ടാക്കാൻ പറ്റും. അവിടെ വാടക കൊടുക്കണതല്ലേ വീട്? ആ, നമ്മളെ സ്വന്തം റിസോർട്ട് ഉണ്ട് അവിടെ, വാടക കൊടുത്തിക്കണത്.